ചെറിയൊരു GPS ആണ് കേട്ടോ നമ്മുടെ ബോട്ടിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും വലുതായിരിക്കുള്ളൂ. അതുപോലെ ഇതാണ് നമ്മുടെ കടലിൽ വഴിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇതിനകത്താണ്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ശംഖുപണിയുടെ 2ാമത്തെ എപ്പിസോഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു വീഡിയോനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിൽ പോയി ശംഖ് എടുക്കണം, അതുപോലെ ചെറിയൊരു കണവനെയൊക്കെ കുത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചകളുണ്ട്. കണ്ടതും കാണാത്തതുമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരെ ആങ്കർ അങ്ങോട്ട് തട്ടിയിടാൻ പോയത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം റിസ്ക് കയറിയ ഒരു പരിപാടിയാണ്. കാരണം 10 ആൾ താഴെ പോയിട്ടാണ് ഇവർ ഈ ശംഖ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. നേരെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളാണ് തുടർന്നാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിനകത്താണ് ഇവർ ബോട്ടിൻ്റെ ലൈസൻസും അതുപോലെ ഫോണും കാര്യങ്ങളെല്ലാം സേഫ് ആയിട്ട് വെക്കണം. ഇപ്പോൾ മഴ വരെ അല്ലെങ്കിൽ ഇപ്പോൾ മഴ റോളിംഗ് ഒക്കെ വന്ന് വെള്ളം മറിഞ്ഞു കഴിഞ്ഞാലും ഇത് പൊന്തിക്കിടന്നോളും, സേഫാണ്. അപ്പോൾ നമുക്ക് നേരെ ആങ്കർ അങ്ങോട്ട് തട്ടിയിടാം. അപ്പോൾ അത് ആങ്കർ തട്ടിയിടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്യൂബുണ്ട്. അതെന്താണെന്ന് അതിൻ്റെ ടെക്നിക്കെന്ന് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നല്ല റോളിംഗ് ഉണ്ട്. റോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കടലും അതുപോലെ തന്നെ ഈ ഒരു തൂത്തുക്കുടിയിലെ കടലും വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോളിംഗ് ചില സമയങ്ങളിൽ കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ശംഖ് പണിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു പണി സാധനങ്ങൾ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കണം എനിക്ക് കാണണം. കാരണം കടലിൻ്റെ അടിയിലേക്ക് നമ്മൾ ചെല്ലാൻ നേരത്ത് കുത്തി നിൽക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴുകിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമ്പിയും അതുപോലെ ശംഖ് കിട്ടുമ്പോൾ ഇടാനായിട്ടുള്ള ഒരു നെറ്റാണ്ടാക്കാണ്. അതുപോലെ നമ്മുടെ വിൻഡ് ഫിഷർമാൻ എന്ന് പറയൂട്ടോ, നമ്മുടെ അനൂർബായാണ് നമുക്ക് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. പുള്ളിക്കാരന് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്, വിൻഡ് ഫിഷർമാൻ എന്നാണ് പേര്. എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ കാലും ആ ഒരു ഫിൻസും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെയാണ് ഇതിട്ടാണ് നമ്മൾ തോണ്ടുന്നത്. അപ്പോൾ അതെ ഈ ഒരു കംപ്രസറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഒരു കംപ്രസർ റൂമിൻ്റെ ഉള്ളിൽ ചെന്നിട്ട്, അതായത് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് ഇതിൻ്റെ ഒരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. കംപ്രസർ റൂം വേണ്ടി കാണുന്നത് ശരിക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി അധികം ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യുമ്പോൾ ആ സിലിണ്ടറിൽ തന്നെ എയർന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് നമ്മൾ ഇവിടെ ശ്വസിക്കുന്ന സാധനം തന്നെയാണ് തന്നെ. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികളുടെ ടയറിന് കാറ്റടിക്കണ ഒരു കംപ്രസറിൽ നിന്ന് തന്നെ എയറില്ലേ, അതാണ് ഇവർ ഇവിടെ യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ഇത് എന്തെപ്പോൾ സംഭവിക്കുമെന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അത്ര ഗ്യാരണ്ടി ഒന്നും ഇല്ല. ഇത്ര റിസ്ക് എടുത്ത് ഇവർ ഈ പണിക്കണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വേറെ പണിനെക്കുറിച്ച് ഇവർക്ക് അങ്ങനെ അറിയില്ല. പിന്നെ നമുക്ക് ഈ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശംഖിൻ്റെ വില നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് 50 രൂപ തൊട്ട് കോടികൾ വരെയും വില കിട്ടുന്ന ശംഖ് ഈ ഒരു കടലിൻ്റെ അടിയിലുണ്ട്. പക്ഷേ പൈസയല്ല, റിസ്ക് എന്ന് പറഞ്ഞാൽ അതിലും ഡബിളാണ് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ആളുണ്ടെങ്കിലേ നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. 3-3.5 മണിക്കൂറാണ് ഇവർ ഈ കടലിൻ്റെ അടിയിൽ ചെന്നിട്ട് ആ ഒരു ശംഖ് തിരയണത്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വിൻഡ് ഫിഷർമാൻ നേരെ കടലിലേക്ക് ചാടിയിട്ടുണ്ട്. എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് കടലിൻ്റെ അടിയിലേക്ക്. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് അടി വരെയും പോയിട്ടൊന്ന് പൊന്തി വരാട്ടാ. അപ്പോൾ അതായത് നമ്മുടെ അണ്ണനടിയിലേക്ക് പോയിട്ട് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വള്ളത്തിൻ്റെ റോളിങ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട കണ്ട. അങ്ങനെ അടുത്ത ആൾ ചാടി. പുള്ളിക്കാരൻ അധികം പ്രായമൊന്നുമില്ല, 10 ഉള്ളതാണ്. ശരിക്കും നമ്മൾ ഈ പണിക്ക് പോകുമ്പോഴേ ഇവർ കടലിൻ്റെ അടിയിലേക്ക് പോകാൻ നേരത്ത് ഈ ഒരു സിലിണ്ടറിൻ്റെ ആ ഒരു ലൈൻ പോയേക്കുന്നുണ്ട്. ആ ലൈൻ എന്തെങ്കിലും പ്രശ്നം പറ്റുക അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കംപ്രസർ ഒന്ന് നിന്ന് പോയി ചെയ്ത് കഴിഞ്ഞാൽ പണിയാണ്. കാരണം 10-15 ആൾ താഴ്ചയിൽ പോയിട്ടാണ് ഇവർ ഈ ഒരു ശംഖ് തിരയാണ്. അപ്പോൾ അത് മുകളിലേക്ക് കയറി വരാൻ കൽപ്പുള്ളവന്മാരാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മുകളിലേക്ക് 15 ആൾ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് തന്നെയാണ്. അത് കടലിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊന്നും മുകളിലേക്ക് വരാൻ പറ്റില്ല. ഇങ്ങനെ ബബിൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കടലിൻ്റെ അടിയിലേക്ക് അവർ പോയിട്ട് അവരുടെ ആ ഒരു മാസ്കിൻ്റെ ഉള്ളിൽ നിന്ന് പോണ ബബിൾസാണ് കാണുന്നത്. അത് നമുക്ക് മുകളിൽ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും ഇവർ ഇന്ന സ്ഥലത്താണ് പണിയെടുക്കണേന്ന്. ഇങ്ങനെ നിറച്ചും ബബിൾസും അതുപോലെ കടലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പച്ച കളർ കൂട്ടി ഇങ്ങനെ ഉണ്ടാവട്ടെ കണ്ട, ഒരു ലൈനും കാര്യങ്ങളൊക്കെ പോയി നോക്കി. അപ്പോൾ നമ്മുടെ ഈ ഒരു വള്ളത്തിൻ്റെ മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 പേരുണ്ടാവും. അത് ആ ഒരു ലൈനും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചു കൊടുക്കാനും ഇപ്പോൾ ഈ പറഞ്ഞ കംപ്രസറിന് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ അത് ശരിയാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുകളിൽ ആളുകൾ നിൽക്കുന്നത്. നോക്കിയേ വള്ളം കിടന്ന് റോളാവുന്നുണ്ട്. പൊതുവെ കാറ്റ് കൂടുതലാണ്ട് ഇപ്പോൾ. അപ്പോൾ അതേ അണ്ണൻ പൊന്തി വന്നിട്ടുണ്ടായി. നമ്മുടെ അണ്ണൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചാടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനും കാലിൽ ആ സാധനമൊക്കെ ഇട്ടിട്ടാണ് ചാടിയത്. എന്തിനായാലും ചെറിയൊരു പേടി ഉള്ളിലുണ്ടെങ്കിലും ഒന്ന് കാണാനായിട്ട് അതിലേറെ ആഗ്രഹമുണ്ട് കടലിനടിയിൽ ഇവർ ചെയ്യണത്. അപ്പോൾ ഒന്ന് പോയേച്ചും വരാം. അധികം നേരം നിൽക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തിനായാലും ഒന്ന് പോയി കണ്ടേച്ചും വരാം കേട്ടോ.
അപ്പോൾ അതേ ആദ്യം പോയൊരു വിടണ ഒരു ബബിൾസ് ആണ്ടിക്കാണ്. നമ്മുടെ ഈ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ നിഗൂഢമായി കിടക്കുന്ന കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ കടലിലാണ്. പക്ഷെ അത് കൂടുതലും നമുക്ക് എത്തിച്ചേരാനും അതുപോലെ കണ്ടുപിടിക്കാനും പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്രമായ മർദ്ദമാണ് കടലിൻ്റെ അടിയിലുള്ളത്. അപ്പോൾ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകാൻ നേരത്ത് നമുക്ക് ആ ഒരു മർദ്ദത്തിൻ്റെ ഒരു പ്രശ്നം വരും. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻ കേസ് പെട്ടെന്ന് പറ്റിക്കഴിഞ്ഞാൽ പൊന്തി വരാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. പക്ഷെ അതൊന്നും ഇവർ മൈൻഡും കൂടിയും ചെയ്യാണ്ടാണ് ഈ ഒരു പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള പേടി ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ അത് പുറത്ത് കാണിക്കാണ്ട് നേരെ ആ ഒരു അടിത്തട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റിയിട്ടാ. സത്യത്തിൽ ഇത് നിങ്ങളെ കാണിക്കാൻ പറ്റിയതും വളരെയധികം സന്തോഷമുണ്ട്. ഇത് കണ്ട ശങ്കെടുത്തിട്ടുണ്ട് ഇവർ കുറച്ച്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വഴിയെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് അധികം നേരം നിൽക്കാനായിട്ട് പറ്റണ്ടായില്ല. കാരണം ഈ സമ്മർദ്ദം, അതായത് പ്രഷർ ഇങ്ങനെ അടിച്ചേറിയിട്ട് നമുക്ക് ഇങ്ങനെ മൂക്ക് ഇതൊക്കെ മാറ്റാൻ നേരത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതിനാണ് മെയിനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ മുകളിലേക്ക് പോയെന്നും പറഞ്ഞ് എന്നെ മുകളിൽ കൊണ്ടൊന്ന് ആക്കി തന്ന പുള്ളി. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് വഴിയെ കാണണ്ട. അതായത് ശംഖ് ഇവർ എടുക്കണ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അനൂർ ഭായ് എന്നെ അവിടെ നിർത്തി. ഞാൻ മുകളിൽ കയറി വള്ളത്തിൽ കയറി. അത് കഴിഞ്ഞ് അനൂർ ഭായ് പറഞ്ഞ് ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരന് നമ്മുടെ GoPro കൊടുത്തിട്ടാ. അങ്ങനെ കടലിൻ്റെ അടിയിൽ ആ ഒരു വൈവിധ്യമാർന്ന കാഴ്ച, അതായത് വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ച ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പക്ഷെ ഇത് എത്ര പേര് കാണിച്ചിട്ടുണ്ടെന്നില്ലെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിത് കാണിക്കാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളൂ. അതിൽ നെഗറ്റീവ് പറയുന്നവരുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്തു എന്നുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി പറയണം, പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഒരു ഷെയർ കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു ശംഖ് എടുക്കണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലുള്ള ആ ഒരു 2 കമ്പിയും കൊണ്ട് കുത്തി നിന്നിട്ട് ഇങ്ങനെ സൈക്കിള് ചവിട്ടണോട്ട് ചവിട്ടിയാണ് തെരഞ്ഞവർ ഓരോ ശംഖിനെ പുറത്തേക്ക് എടുക്കണേട്ടാ. അതും ജീവനുള്ള ശംഖല്ല എടുക്കണത്. ഇതിങ്ങനെ മണ്ണിൻ്റെ അടിയിലേക്ക് പോണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശംഖുകളുടെ ഉള്ളിലുള്ള ജീവൻ നിലച്ച് കഴിയുമ്പോൾ ഈ ഒരു ശംഖ് മണ്ണിൻ്റെ അടിയിലേക്ക് ചേരണം. കാരണം ഈ ശംഖുകളുടെ ഉള്ളിൽ ജീവനുണ്ട്, അതുങ്ങൾക്ക് ജീവനുണ്ട്. ഹെർമിറ്റ് ക്രാബ് പോലത്തെ സന്യാസിനുകൾ ഈ പറഞ്ഞ ശംഖിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാറുണ്ട്. അപ്പം അണ്ണൻ ഇങ്ങനെ അടിയിൽ ആ ഒരു മണ്ണിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശംഖ് ഉണ്ടാകുന്നുള്ളത്. അതുപോലെ ഈ ഒരു കമ്പി ഇങ്ങനെ കുത്തി വെച്ചാൽ ഇവർക്ക് സേഫ് ആയിട്ടിരുന്ന് പണിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. കണ്ട നമ്മുടെ ഈ സൈക്കിൾ ഔട്ടർകൂട്ടി കാല് വെച്ച് ഇങ്ങനെ കാണിച്ചാണ് ആ ഒരു ശംഖ് ആ ഒരു മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ എടുക്കണേട്ടാ. ശരിക്കും എല്ലാ പണികൾക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എന്ത് പണിയാണെങ്കിലും കരയിലുള്ള പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആളുകൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് പറ്റും. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ഈ ഉൾക്കടലിൽ പോയി പണിയെടുക്കാൻ നേരത്ത് ഒരു ദിവസം 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെയാണ് കടലിൽ നിന്ന് കരയിലേക്കുള്ള ഓട്ടം മാത്രം. അതുപോലെ കാറ്റും കൂടും വന്നു കഴിഞ്ഞാൽ കടലിൻ്റെ ആ ഒരു അവസ്ഥയെ പറ്റി പറയേ വേണ്ട. പക്ഷെ ഇവരുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിലേറെ റിസ്ക്കാണ്. കാരണം 3-3.5 മണിക്കൂറാണ് ഇവർ ഈ ഒരു കടലിൻ്റെ അടിയിൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഈ സൈക്കിൾ ഔട്ടിനോട്ട് കാലിങ്ങനെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ട അതേ ശങ്കൊർണം തന്നെ ഉണ്ട്. ഇതുപോലെ ഉണ്ട് ശംഖ് അവരെടുക്കണത്. നമ്മുടെ ഈ ഒരു മണ്ണിങ്ങനെ തെരഞ്ഞെറിഞ്ഞ് നോക്കാൻ നേരത്ത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണും. അത് നേരെ എടുത്ത് ഇങ്ങനെ മുമ്പിലേക്ക് ഇടും. അത് കഴിഞ്ഞ് പിന്നെയും ഇങ്ങനെ ചവിട്ടി അവരോരോ കൂട്ടമായിട്ട് ഇങ്ങനെ ഓടാം. ഇതാണ് ആ ഒരു ശംഖ് നമ്മൾ എടുക്കണ ആ ഒരു ശംഖ്. 50 രൂപ മുതൽ, അതായത് കോടികൾ വരെയാണ് ഈ ഒരു ശംഖിൻ്റെ വിലയെന്ന് വെച്ചാൽ. കോടികളുള്ള ഈ ഒരു ശംഖിനല്ല വലംപിരി ശംഖ് എന്ന് പറയും. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാൻ മറന്നു. ഒരുപാട് പേര് നമ്മളൊരു ശംഖ് ചോദിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ഈ ഒരു ശംഖ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അണ്ണനെ വിളിച്ചാൽ മതി. അണ്ണൻ്റെ നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പുള്ളിക്കാരനെ എവിടെ വേണമെങ്കിലും അത് കൊറിയർ ചെയ്ത് തരോട്ടെ. പുള്ളിക്കാരൻ്റെ കയ്യിൽ നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ശംഖുകളും ഉണ്ട്. നല്ല കടലിൻ്റെ അടിയിൽ നിന്ന് ഇതുപോലെ എടുക്കുന്ന നല്ല അടിപ്പൻ ശംഖുകൾ. ഇത് കണ്ട ശംഖ് എടുക്കണ ഒരു കാഴ്ച നോക്കി. മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇതുപോലെ അവർ ചവിട്ടി ഇത് ശംഖ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൈക്ക് ഇങ്ങനെ ക്ലീനാക്കിയാണ് ശംഖിനെ നേരെ പിടിച്ച് മുകളിലേക്ക് ഇടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പണി അത്ര അപകടകരമാണെന്ന് പറയാനായിട്ടുള്ള കാരണം ഞങ്ങൾ വന്നതിന് 2 ദിവസം മുമ്പ് ഇതുപോലെ ഒരു ചേട്ടൻ ശംഖ് എടുക്കാനായിട്ട് ഇറങ്ങിയിട്ട് ഇതുപോലെ സിലിണ്ടർ എന്തോ സ്റ്റക്കായി പോയി മുകളിൽ വെച്ച്. പക്ഷെ ആരും അറിഞ്ഞില്ല. പുള്ളിക്കാരൻ കുറച്ച് മാറിയിട്ടാണ് പണിയെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പുള്ളി അതിൻ്റെ അടിയിൽ വെച്ച് തന്നെ മരിച്ചുപോയി. ഒന്നും ചെയ്യാനായിട്ടും പറ്റില്ല ആർക്കും. കാരണം 10-15 ആൾ ആഴത്തിൽ നിന്നാണ് പണിയെടുത്തുകൊണ്ടിരുന്നത്. നമ്മ ഈ കടലിൻ്റെ മുകളിൽ തന്നെ നീന്താൻ നേരത്ത് ഒരു 3-3.5 മണിക്കൂർ കണ്ടിന്യൂസ്ലി നമുക്ക് വെള്ളത്തിൽ കിടക്കാൻ നേരത്ത് ചിലവർക്ക്, എല്ലാവർക്കും അല്ലട്ടാ, ചിലവർക്ക് ഈ കാല് കോച്ചി പിടിക്കുകയും അതുപോലെ മസിൽ വെട്ടി കയറുകയൊക്കെ ചെയ്യും. കാരണം വെള്ളത്തിൽ കിടക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിന് ചില മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ ഇത്രയും ആഴത്തിൽ പോയിട്ട് ഒരു കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഈ സൈക്കിൾ ഔട്ടിനോട്ട് ഇങ്ങനെ ചവിട്ടി പണിയെടുക്കുന്നവരെ സമ്മതിക്കണ്ടേ സത്യത്തിൽ. ഞാൻ അംഗീകരിച്ചു കൊടുത്ത് പറഞ്ഞ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് എല്ലാവരും പറയുമെന്നുണ്ടെങ്കിലും ജീവൻ മരണ പോരാട്ടമാണ് സത്യത്തിൽ ഈ ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ. കണ്ട എപ്പം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എപ്പോഴും കൗതുകമാർന്ന കാഴ്ചകൾ സമ്മാനിക്കണം എന്നാണ് നമ്മുടെ കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നിങ്ങൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അതിലൊന്നാണ് ഈ കാണുന്നത് നമ്മുടെ ആ ഒരു
അക്കോറിയ ടൈപ്പ് മീനാണ്ട് ഈ കാണുന്നത്. ഇതിനൊരു പേരുണ്ട്, പേരറിയണവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചെറുമീനുകൾ കൂടുതലും നിൽക്കണം നമ്മുടെ ഈ ഒരു പവിഴപ്പൂറ്റ് അല്ലെങ്കിൽ വേറൊരു സംഭവം ഉണ്ട് കണ്ട. ഇതാണ് നമ്മുടെ സീ അനിമോൺസ് എന്ന് പറയും. അതായത് ഒരു തരം കടൽ ചെടിയുണ്ട്. അതിനെ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ താന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ പേജിനകത്ത് ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഇട്ടേക്കണുണ്ട്. ഇഷ്ടംപോലെ സീ അനിമോൺസ് ഈ ഒരു കടലിൻ്റെ അടുത്തട്ടിൽ കാണാൻ പറ്റും. കണ്ട അതേ വേറൊന്നും കണ്ട ഇവിടെ അതിനെ കാണിച്ചു തരാട്ടോ. അതിനെയും ഇങ്ങനെ തൊട്ട് കഴിയുമ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ താന്നു പോയിക്കൊണ്ടിരിക്കും. നല്ല ഭംഗിയാണ്ട് ഇതിനെയൊക്കെ കാണാനായിട്ട് കടലിൻ്റെ അടുത്തട്ടിൽ. ഇതൊക്കെ ഇതാണ് നമ്മുടെ കടൽ വെള്ളരി കേട്ടോ. സീ കുക്കുമ്പർ എന്ന് പറയും. കടൽ ശുദ്ധീകരിക്കാനായിട്ട് മെയിനായിട്ടുള്ള ഒരു പങ്ക് ഇതിനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിനെ പിടിക്കണതും എടുക്കണതും എല്ലാം ശിക്ഷാർഹമാണ്. അതുപോലെ തന്നെ ഇവരെടുത്തിട്ട് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഇവർ ഇതിനെടുക്കാറില്ല, അത് അവർക്കറിയാട്ടോ. വേറൊരു സംഭവത്തിനെ ഞാൻ കാണിച്ചുതരാം. നമ്മുടെ വലയിലൊക്കെ കിട്ടുന്ന ചെറിയ ഒരു പാമ്പൂട്ട തീൽ ഫിഷില്ലേ, അതാണ് ഈ കാണുന്നത്. പുള്ളിക്കാരൻ ആ ഒരു മാളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തല പുറത്തിട്ട് ഇങ്ങനെ നിൽക്കണേണ്ടി കാണുന്നത്. പക്ഷെ അത്ര അങ്ങോട്ട് ക്ലിയർ ആയില്ല. നോക്കി കണ്ട, നമ്മുടെ വലയിൽ ഇടക്കിടക്ക് കിട്ടാറുണ്ട് ഈ ഒരു ടൈപ്പ് ഈല്. ചെറുതാണ്, ഭയങ്കര ചെറുതാണ്. നമ്മ പിരിയെന്നാണ് ഇങ്ങനെ പറയണത്, പിരിയാൻ. കാരണം ഇങ്ങനെ പിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കിടന്ന്. നോക്കി ഇത് കണ്ട, ഇതാണ് നമ്മുടെ ആ ഒരു പേൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണ ആ ഒരു ഓലച്ചിപ്പി എന്ന് പറയുന്നത്. നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കി, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. സത്യത്തിൽ ഇത് നല്ല വലിപ്പമുണ്ട്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എടുക്കാറില്ല. കാരണം ഇവർ ഡെയിലി കാണുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇവർ ഈ ശങ്കിൻ്റെ പണിക്ക് വന്നു കഴിഞ്ഞാൽ അത് മാത്രമേ എടുക്കാറുള്ളൂ. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ചിപ്പി ഉണ്ടാവണമെന്നില്ല. ഇതുപോലത്തേക്ക് ഒരു ടൈപ്പ് സാധനത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആ ഒരു പേൾസ്, ആ ഒരു ചിപ്പി ഉണ്ടാവണേട്ടാ. ഓലച്ചിപ്പി എന്ന് ഇതിനെ പറയും. തെരണ്ടികൾ പലപ്പോഴും മോളിൽ കൂടെ പോണേക്കല്ല എല്ലാവരും കണ്ടുള്ളൂ. ഇതുപോലെ മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ താന്നിരിക്കണം, പതിഞ്ഞിരിക്കണുണ്ടോ നോക്കി. ഇതുപോലെയാണ് ചില തെരണ്ടികൾ ഇരിക്കണേട്ടാ. കണ്ട, മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ താന്നിരിക്കും, അറിയൂല. അപ്പോൾ പോണ പോക്ക് നോക്കിയ സാധനം കണ്ട, തെരണ്ടി അടിപൊളി. കണവ ഉണ്ട, കണവ നല്ല പെടക്കണ കണവ. കട്ടിൽ ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ പറയൂട്ടാ. ശരിക്കും ഈ ഒരു കമ്പിയിൽ ഇവരുടെ കുത്തി നിൽക്കാനായിട്ട് ഉപയോഗിക്കണ ഒരു കമ്പി, അത് വെച്ച് ഇതുപോലത്തെ മീനുകളും സാധനങ്ങളൊക്കെ അടുത്ത് വരാൻ നേരത്തെ ഇവർ കുത്തിപ്പിടിക്കും. ചില സമയങ്ങളിൽ ശംഖ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചക്കലത്തൊക്കെയുള്ള ഭക്ഷണമൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കോട്ടെ. അപ്പോൾ ആ ഒരു സഞ്ചിയുടെ ഉള്ളിലേക്ക് ഇടുകയാണ് ആ ചെയ്യണത്. കണവ മഷി ചീറ്റണുണ്ട്. അതെ, കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ. ഇത് കാണിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. കാരണം നമ്മൾ ഈ കരയിൽ പിടിച്ചിട്ട് കാണിക്കാൻ നേരത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്കറിയാൻ പറ്റില്ല. ഇത് നോക്കിയേ, ഇത് എതിരാളികളൊക്കെ വരാൻ നേരത്ത് ഇതിനെതിർത്ത് പോകാനായിട്ടുള്ള ആ ഒരു ആയുധമാണ് ഇതിൻ്റെ ആ ഒരു മഷി ചീറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് ആ ഒരു ഏരിയയിലേ നിൽക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇത് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുക. ആ ഒരു മഷി, അത്രയും മഷി നമ്മൾ ഉണ്ടാകുന്നത് ചിന്തിക്കും. നിറച്ചും മഷിയാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചീറ്റിച്ച്. അതായത് ആ ഒരു ഏരിയയിലുള്ള ഫുള്ള് സ്ഥലം നമുക്കൊന്നും, മീനായിക്കോട്ടെ എന്താണ് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും ആ ഒരു സാധനത്തിന് കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് മഷി ചീറ്റി കളഞ്ഞിട്ട് അത് രക്ഷപ്പെട്ട് കളയട്ടെ. അങ്ങനത്തെ ഓരോ കഴിവുണ്ട് ഈ ഒരു ഓരോരോ മീനുകൾക്ക്. നോക്കി, അപ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് പോണ വഴികളിലെല്ലാം ആ ഒരു മഷി ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയണത് നമ്മുടെ ആ ഒരു അണ്ണനാണ് നമുക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതും. അതുപോലെ നിങ്ങൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി ദൈവം സഹായിച്ച് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് നന്ദിയും അറിയിച്ചുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി പറയണ്, ഇതിൻ്റെ ഒരു വീഡിയോ തീർന്നിട്ടില്ല. ഇത് നമ്മൾ പിടിച്ച ശംഖെല്ലാം പിടിച്ച് മുകളിലേക്ക് കയറ്റി ആ ഒരു ശംഖ് കൊണ്ടുപോയി വിൽക്കണത് എങ്ങോട്ടാണ് പോണതെന്നൊക്കെ ഉള്ളൊരു കാഴ്ചയും കൂടി അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൊന്ന് ലൈക്ക് ചെയ്യാനും, ഞാൻ നിർബന്ധിക്കണമെന്നില്ല, നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടപ്പെടൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, കടലിലെ കാണാൻ കാഴ്ചകൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അണ്ണനൊരു പേജുണ്ട്. അണ്ണൻ്റെ പേജിൻ്റെ പേരാണ് വിൻഡ് ഫിഷർമാൻ എന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് എല്ലാം ഉണ്ട്. അണ്ണനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ.